ഹെൽത്ത് ഇൻഷുറൻസിലെ നേരായ വാർത്ത. ഈ അടുത്ത് നടന്ന ഒരു റിയൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു ആർ വാച്ചിങ് ട്രസ്റ്റ് ടോക്ക്. മൈ നെയിം ഈസ് സനോജ് ലാല, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടു കൂടിയാണ് ഒരു പോളിസി ഹോൾഡർ എന്റെ നമ്പറിൽ വിളിക്കുന്നത്. സർ, ഞാൻ കഴിഞ്ഞ 3 ദിവസമായി ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള സമാധാനത്തിലാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്നതും തുടർ ചികിത്സയ്ക്ക് വിധേയനാകുന്നതും. ഇതിനായി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എനിക്ക് പ്രീ ഓതറൈസേഷൻ ലഭിക്കുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം ഓക്കെ എന്ന് ഞാൻ കരുതി. പക്ഷേ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം മാറി. ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആയ 1,74,000 രൂപ ക്ലെയിം ചെയ്തപ്പോൾ ആകെ ലഭിച്ച തുക 66,000 രൂപ മാത്രം. അതായത് 96,000 രൂപ ടോട്ടൽ ക്ലെയിം എമൗണ്ടിൽ ഡിഡക്ഷൻ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി മുടങ്ങാതെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അത് മാത്രമല്ല, ഇത്രയും തുക എന്റെ കയ്യിൽ കരുതിയിട്ടുമില്ല. എന്തെങ്കിലും ചെയ്യാനാകുമോ? ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ആ കസ്റ്റമറിന്റെ തൊണ്ടയിടറി കേട്ട് നിന്ന എനിക്ക്. ഈ ഇൻസിഡന്റ് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിനുള്ള കാരണം എന്താണ്? ഇത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതേ കസ്റ്റമറിന്റെ ദുരനുഭവം നിങ്ങൾക്കും നാളെ ഉണ്ടായേക്കാം. ഈ കസ്റ്റമറിന്റെ ക്ലെയിമിൽ പകുതിയിലേറെ തുക എങ്ങനെ ഡിഡക്ഷൻ വന്നു എന്ന് നമുക്ക് വിശദമായി നോക്കാം. കാര്യം വളരെ സിമ്പിൾ ആണ്. റൂം റെന്റ് എലിജിബിലിറ്റി ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ ക്ലോസ്. കേൾക്കുമ്പോൾ കാര്യം വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും റൂം റെന്റ് എലിജിബിലിറ്റി ക്ലോസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫിനാൻഷ്യൽ ലോസ് വളരെ വളരെ വലുതായിരിക്കും. ഈ കേസിലും സംഭവിച്ചത് അത് തന്നെ. നോക്കാം, എന്താണ് റൂം റെന്റ് എലിജിബിലിറ്റി? നിങ്ങളുടെ പോളിസിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഒരു ദിവസത്തേക്ക് എടുക്കാവുന്ന റൂമിന്റെ വാടക ഇൻക്ലൂഡിംഗ് നഴ്സിംഗ് ചാർജസ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ പോളിസിയിലെ റൂം റെന്റ് എലിജിബിലിറ്റി 5,000 rupees ആണെങ്കിൽ യു ക്യാൻ ടേക്ക് എ റൂം അപ് ടു 5,000 rupees. ഇവിടെ തീർന്നില്ല, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനിയാണ് ക്യാച്ച്. നിങ്ങളുടെ പോളിസി എലിജിബിലിറ്റിയിലുള്ള റൂം റെന്റിനേക്കാൾ കൂടുതലുള്ള ഒരു റൂമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ റൂം റെന്റിലുള്ള ഡിഫറൻസ് മാത്രമല്ല, പകരം ടോട്ടൽ ക്ലെയിം എമൗണ്ടിൽ ഭാഗികമായി വരുന്ന എക്സ്പെൻസ് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ഇതിനെയാണ് പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ക്യാച്ച് കുറച്ചും കൂടി വിശദീകരിക്കാൻ ഈ കസ്റ്റമറിന് ലഭിച്ച ക്ലെയിം സെറ്റിൽമെന്റ് ലെറ്റർ ഞാൻ ഇവിടെ കാണിക്കുന്നു. നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് ലെറ്റർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടോട്ടൽ ബിൽ എമൗണ്ട് 1,74,805. അതർ ഡിഡക്ഷൻസ്, that means total deductions 96,131 rupees. Approved amount, authorized amount 66,873. ഈ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ വന്നു എന്ന് നമുക്ക് അടുത്തൊരു ചാർട്ടിലൂടെ നോക്കാം. ടോട്ടൽ ഡിഡക്ഷൻ സമ്മറിയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ ഡിഡക്ഷൻസ് പല ഹെഡ്സിലായിട്ട് ഇവരെ ചാർജ് ചെയ്തിട്ടുണ്ട്. 1 to 7 ഹെഡ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. റൂം റെന്റ് ആൻഡ് നഴ്സിംഗ് ചാർജസ് 7,540 rupees. ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ് 8,742. പ്രൊഫഷണൽ ഫീസ്, അനസ്തേഷ്യ കൺസൾട്ടേഷൻ 25,000. ഇൻവെസ്റ്റിഗേഷൻസ്, മെഡിസിൻസ്, അതേഴ്സ്. പല ഹെഡിലെ ടോട്ടൽ ഡിഡക്ഷൻ എമൗണ്ട് ഇസ് 96,131 rupees. ടോട്ടൽ ക്ലെയിം എമൗണ്ടിൽ 96,000 ഡിഡക്ഷൻ വരാൻ കാരണം റൂം റെന്റ് എലിജിബിലിറ്റി ഡിഫറൻസ് ആണ്. കോളം നമ്പർ 2 നോക്കൂ. കസ്റ്റമറിന്റെ പെർ ഡേ റൂം എലിജിബിലിറ്റി 3,000 രൂപ മാത്രമാണ്. പക്ഷെ കസ്റ്റമറിന് അലോട്ട് ആയ റൂം റെന്റിന്റെ വാടക 6,770 രൂപ, വിച്ച് ഈസ് ഓൾമോസ്റ്റ് 50% ഹയർ ദാൻ ഹിസ് എലിജിബിലിറ്റി. ഇതുകൊണ്ടാണ് എല്ലാ എക്സ്പെൻസ് ഹെഡിലും ഡിഡക്ഷൻ സംഭവിച്ചത്. വിച്ച് ഈസ് അൺബിലീവബിൾ. ഇവിടെ സംഭവിച്ചത് ഒരു ക്ലെയിം ഡിനയലോ റിജക്ഷനോ അല്ല, മറിച്ച് കസ്റ്റമറിന് തന്റെ പോളിസിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഇത്രയും തുക ഡിഡക്ഷൻ വരുമെന്ന് ആ കസ്റ്റമർ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ അതിന് യോജിച്ച റൂം ആ കസ്റ്റമർ കണ്ടെത്തിയേനെ. ഈ പലപ്പോഴും ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഇൻഷുറൻസ് ഡെസ്കിന് ഈ കാര്യങ്ങൾ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഹിയർ കംസ് മൈ പേഴ്സണൽ റെക്കമെൻഡേഷൻ. വളരെ വിഷമഘട്ടത്തിൽ നമുക്ക് ഉപകരിക്കും എന്ന ധാരണയിലാണ് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. ടോട്ടൽ ക്ലെയിം എമൗണ്ടിൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന ഓരോ രൂപയും നമ്മുടെ അറിവില്ലായ്മയോ കോർപ്പറേറ്റ് ലോബികളുടെ പ്രേരണ കൊണ്ടോ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പോളിസിയെ പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത്
നിങ്ങളുടെ ഏജന്റിനെയോ ഇന്റർമീഡിയറെയോ വിളിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം തേടാവുന്നതാണ്. എന്തായാലും ഈ പോളിസി ഹോൾഡർക്കുണ്ടായ ദുരനുഭവം ഇനി ഒരു വ്യക്തിക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കണം എന്ന വിശദ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇൻഫോർമേഷനുകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേഷനുകൾക്കും ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നിയെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ I am signing off, Sanoj Lal.